പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ്. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ആത്മാർത്ഥമില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. നിയമം നടപ്പിലാക്കിയില്ലെന്ന് കേന്ദ്രത്തോട് മുഖത്തു നോക്കി പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്ന് എം.എം. ഹസൻ ചോദിക്കുന്നു. പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി കേന്ദ്ര സർക്കാരിനെതിരെ KPCC രാജ്ഭവന് മുന്നിൽ നടത്തിയ ധർണയിലാണ് സംസ്ഥാന സർക്കാരിനെതിരെയും വിമർശനം ഉയർന്നത്. ഇന്ത്യ എന്ന മഹത്തായ ആശയം സംഘപരിവാർ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന സർക്കാരിനെയും കുറ്റപ്പെടുത്തി. വിഷയത്തിൽ കേരളത്തിലെ സർക്കാർ ആത്മാർത്ഥമല്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റിൽ പാസാക്കിയ നിയമം കേരളത്തിൽ നടപ്പാകില്ല എന്ന് പറയുന്നത് പറ്റിക്കലാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആ കേസുകൾ, നൂറുകണക്കിന് കേസുകൾ എന്തുകൊണ്ട് പിൻവലിച്ചില്ല? ഉത്തരം പറയണം. നിങ്ങൾ ആരുടെ കൂടെയാണ്? പൗരത്വ നിയമം ഉണ്ടാക്കിയ സംഘപരിവാറിന്റെ കൂടെയാണോ നിങ്ങൾ? അതുകൊണ്ടാണോ അതിനെതിരായി സമരം ചെയ്തവരുടെ കേസുകൾ നിങ്ങൾ പിൻവലിക്കാത്തത്? പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം ഓരോ ഐലൻഡിലും നടപ്പാക്കില്ല എന്ന് പറയുന്നതും ഒരു തരത്തിൽ കാപട്യമാണ്, പറ്റിക്കുക. വി.ഡി. സതീശന് പിന്നാലെ KPCC ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയായ UDF കൺവീനർ എം.എം. ഹസൻ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നു. നിയമം നടപ്പിലാക്കില്ല എന്ന് കേന്ദ്രത്തോട് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്നും ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ അവകാശവാദം പരിഹാസ്യമാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു കേന്ദ്ര നിയമം കേരളത്തിൽ നടപ്പിലാക്കാനില്ല എന്ന് പറയാനുള്ള ആദ്യം പിണറായി വിജയനുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടോ? മുഖത്ത് നോക്കി പറയാമോ നിങ്ങളുടെ നിയമം ഞങ്ങൾ നടപ്പിലാക്കില്ല? 2024 മോദി സർക്കാർ ഭരണത്തിൽ വരില്ല എന്ന ഭയം കൊണ്ടാണ് പൗരത്വ നിയമ ഭേദഗതി നിയമം പാസാക്കി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് നടത്തുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇന്ത്യ മുന്നണി ഭരണത്തിൽ വന്നാൽ ആദ്യം തന്നെ നിയമമെടുത്ത് കളയുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ശശി തരൂർ MP, അടൂർ പ്രകാശ് MP, പാലോട് രവി തുടങ്ങിയ നേതാക്കളും രാജ്ഭവൻ ധർണയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.